ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ് 5360യുടെ ചാർജിങ് ബേസാണ്. ഫുൾ ചാർജിങ് USB ബേസാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ജമ്പേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ. ചാർജിങ് കണക്ടർ ആണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം മാറി നോക്കേണ്ട സ്പെയർ. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചാർജിങ് കണക്ടറിൻ്റെ അകം ശരിക്കും തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അകത്തെ ലെഗ് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലെഗ് ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു പ്രോബ് നിങ്ങൾ ഇവിടെ മൈനസിൽ വയ്ക്കുക. മൾട്ടിമീറ്റർ DC 10 വോൾട്ടേജിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ഇവിടെ നെഗറ്റീവിൽ വെച്ചേച്ച് പോസിറ്റീവ് ആണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലെഗ്. അപ്പോൾ അങ്ങോട്ട് കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് മെയിൻ അതിൻ്റെ കണക്ഷൻ. പിന്നെ ഇതിൻ്റെ 5 കണക്ഷനുണ്ട്. 5 കണക്ഷനും അത്യാവശ്യമാണ് ചാർജിങ്ങിനായിട്ട്. അപ്പം ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ പറയാം. ആദ്യത്തെ ലെഗ്, അതായത് ഈ സൈഡിൽ ആദ്യത്തെ ലെഗ് നെഗറ്റീവാണ്. ആ പ്രിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ എവിടെയായാലും, ഇതൊക്കെ ഗ്രൗണ്ടാണ്, ഈ കാണുന്നതെല്ലാം ഗ്രൗണ്ടാണ്, ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ലെഗ് പോകുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ റെഡ് വയറാണ്. നേരെ പവർ ICയിലേക്കാണ് പോകുന്നത്. പവർ ICയിൽ നിങ്ങൾക്ക് കാണാം ഈ മൂലയ്ക്കായിട്ടാണ് പോകുന്നത്. മൂന്നാമത്തെ കണക്ഷൻ പോകുന്നത് ഈ നീല വയർ കയറുന്നിടത്താണ്. നീല കണക്ഷൻ കയറുന്നിടത്താണ്. നാലാമത്തെ കണക്ഷൻ കയറുന്നത് ഈ മഞ്ഞ വയർ കയറുന്നിടത്താണ്. അതായത് ആദ്യത്തെ കണക്ഷൻ ഒഴിച്ചാൽ, ആദ്യത്തെ എർത്ത് ഒഴിച്ചാൽ 3 കണക്ഷനും കയറുന്നത് ഈ പവർ ICയുടെ ഈ മൂലയിലേക്കാണ്. പിന്നെ ഏറ്റവും ഒടുവിലത്തെ കണക്ഷനാണ് 5ാമത്തെ ലെഗാണ്. 5ാമത്തെ ലെഗ് കയറുന്നത് നേരെ ഈ ഭാഗത്തേക്കാണ്. ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ ഭാഗത്തേക്കാണ് കയറുന്നത്, മുകളിൽ വശത്തേക്കാണ് കയറുന്നത്. ഇവിടെ ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററുമാണുള്ളത്. കപ്പാസിറ്ററിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്കാണ് 5ാമത്തെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഷോർട്ടാണെങ്കിൽ, അതായത് 2 വശത്തും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, ഈ കപ്പാസിറ്റർ ഷോർട്ടാണെങ്കിൽ ചാർജിങ്ങിൻ്റെ പ്രശ്നം കാണിക്കും. ഇത് ഡയറക്റ്റ് നെഗറ്റീവായിട്ട് കൊടുത്തേക്കുന്ന, പോസിറ്റീവ് കണക്ഷൻ വരുന്നു, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവായിട്ട് കൊടുത്തേക്കുന്നു, ഫിൽട്ടർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് ഷോർട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജർ ചൂടാവുകയും ഈ കണക്ടർ ചൂടാവുകയും ഫോണ് മൊത്തത്തിൽ ചൂടാവുകയൊക്കെ ചെയ്യും. ചാർജർ LED ബൾബുള്ള ചാർജറാണെന്നൊരു ലൈറ്റ് കെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അത് ഷോർട്ടിങ്ങാണെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആദ്യം ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്തോണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയില്ലാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.